السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ച എന്നോണം 93-ാമത്തെ ഒരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ അപവാദം അതായിരുന്നു നമ്മൾ ഒരല്പഭാഗങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ഒരു ഭാഗം മുതൽ നമ്മൾ മറ്റൊരു വലിയൊരു അധ്യായം അഹ്സാബ് യുദ്ധത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അധ്യായം തന്നെ, പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായത്തിൻ്റെ നാമം സൂറത്തുൽ അഹ്സാബ് എന്നുള്ള പേരിലാണ്. അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഭാഗമെല്ലാം അള്ളാഹു യുദ്ധവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം പിന്നീട് നമ്മൾ വരും. അപ്പോൾ ഖുർആനിക പഠനത്തിൽ ആ പ്രവാചക ജീവചരിത്രത്തിന് ആ സീറക്കുള്ള പ്രാധാന്യമാണ് നമ്മുടെ ആ ഒരു വിശദീകരണം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ബദറുമായി ബന്ധപ്പെട്ട ആ സൂറത്തുൽ അൻഫാൽ എന്നുള്ള മുഴുനീള അധ്യായം അള്ളാഹു നൽകി. ആ ബദർ വിശദീകരിച്ച സമയത്ത് നമ്മൾ അതിലൂടെ കടന്നു പോവുകയുണ്ടായി. അതിനുശേഷം ഉഹുദിലെത്തിയ സമയത്ത് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആൽ ഇമ്രാൻ നമ്മൾ അതിൻ്റെ ഒരു വലിയൊരു ഭാഗം നമ്മൾ പരാമർശിക്കുകയുണ്ടായി. അതിനുശേഷം ബനു നദീറുമായി ബന്ധപ്പെട്ട ആ മുഴുനീള സൂറത്തുൽ ഹശ്റും ബനുൽ മുസ്തലഖുമായി ബന്ധപ്പെട്ട സൂറത്തുൽ മുനാഫിഖൂനും കഴിഞ്ഞ ഒരല്പം ഭാഗങ്ങളിലായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ അപവാദം ഇഫ്കുമായി ബന്ധപ്പെട്ട ആ സൂറത്തു നൂറും നമ്മൾ കവർ ചെയ്തു. ഒരാൾ സീറ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ആ ഖുർആനുമായിട്ടുള്ള അയാളുടെ ദൂരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. മുമ്പ് നമ്മൾ പഠിച്ചതും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സൂറത്തുകൾ തന്നെ ആ സീറയുടെ ക്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത് അതിനൊരു പുതിയൊരു ഫ്ലേവർ ലഭിക്കുന്നതായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഖന്തക്ക് യുദ്ധത്തിൻ്റെ വിശദീകരണ സമയത്ത് ആ സൂറത്തുൽ അഹ്സാബ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അഹ്സാബ് എന്നുള്ളത് ഹിസ്ബ് എന്നുള്ള പദത്തിൻ്റെ ജമഅ അതിൻ്റെ ബഹുവചന രൂപമാണ്. ഹിസ്ബ് എന്ന് വെച്ചാൽ നമുക്കറിയാം കക്ഷികൾ, പാർട്ടി എന്നുള്ള അർത്ഥമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിൻ്റെ 32-ാമത്തെ ആയത്തിൽ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹിസ്ബുല്ലാ, ഹിസ്ബു ഷെയ്ത്വാനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ബഹുവചന രൂപത്തിൽ അതിനെ സൂചിപ്പിക്കാനുള്ള കാരണം അറേബ്യയിലുണ്ടായിരുന്ന നിരവധി ഗോത്രങ്ങൾ, ഖുറൈശികളും അവരോടൊപ്പം നിരവധി വ്യത്യസ്ത ഗോത്രങ്ങളെല്ലാം സംഘടിച്ച് വലിയൊരു സഖ്യകക്ഷികളായിട്ട് അവർ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുകയാണ്. അതുകൊണ്ടാണ് അഹ്സാബ് എന്നുള്ള ആ ഒരു പേര് കൊണ്ട് അതിനെ വിഭജിക്കാനുള്ള കാരണം. അപ്പോൾ അവരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ വരവിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ മദീനയുടെ ഒരു ഭാഗത്ത് വലിയൊരു ഖന്തക്ക്, വലിയൊരു കിടങ്ങ് കുടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആ യുദ്ധത്തെ ഖന്തക്ക് യുദ്ധം എന്നുള്ള പേരിലും അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അഹ്സാബ് യുദ്ധത്തിൻ്റെ ആ മുഴുനീള ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ടൊരു കാര്യം, ഇപ്പോൾ പല സീറ വിഷയങ്ങളിലും അതിൻ്റെ ക്രൊണോളജി, അത് ഏത് പോയിന്റിലാണ് അരങ്ങേറിയത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച അത് സീറ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. അതിൽ വലിയ പ്രാധാന്യമില്ല. പക്ഷേ ഖന്തക്കുമായി ബന്ധപ്പെട്ടും അത്തരത്തിലൊരു ചർച്ച കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ബദറും ഉഹുദെല്ലാം നമുക്ക് സുപരിചിതമാണ്. ഹിജറ വർഷം 2 ബദർ, അടുത്ത വർഷം ഹിജറ വർഷം 3 ഉഹുദ് അരങ്ങേറുന്നത്. അതേസമയം ഖന്തക്കിൻ്റെ ചരിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ന്യൂനപക്ഷം ചില പണ്ഡിതന്മാർ അത് ഹിജറ വർഷം 4 അരങ്ങേറിയതെന്ന്, പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ. ഒന്നാമതായിട്ട് ഇമാം ബുഖാരിയെ പോലെയുള്ള, അതല്ലെങ്കിൽ ഇബ്നു ശിഹാബ് സുഹരിയെ പോലെ, അല്ലെങ്കിൽ ഇമാം നബവിയെ പോലെയുള്ള ആളുകളെല്ലാം ഹിജറ വർഷം 4 അത് അരങ്ങേറിയതെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം അതിനാസ്പദമായിട്ട് അവർ ഉദ്ധരിക്കുന്ന തെളിവ് സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ നേരിട്ട് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് അന 14 സന, ഞാൻ 14 വയസ്സായിരുന്നു എൻ്റെ പ്രായം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുജിസിനി, റസൂലുള്ളാഹി എനിക്ക് അതിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയില്ല. അതേസമയം പിന്നീട് ഞാൻ ഖന്തക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നു. ആ സമയത്ത് എൻ്റെ പ്രായം 15 വയസ്സായിരുന്നു. അജാസനി, റസൂലുള്ളാഹി എനിക്ക് അതിൽ അനുമതി നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാന തെളിവായിട്ട് കടന്നു വരുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അതിനിടയിൽ 1 വർഷമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിജറ വർഷം 4 ഖന്തക്ക് അരങ്ങേറിയതെന്ന് ഈ ഒരു പക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. അതേസമയം മറുവശത്ത് ഭൂരിപക്ഷം വരുന്ന സീറ പണ്ഡിതന്മാർ ഒന്നടങ്കം, ഏറ്റവും പ്രധാനമായിട്ട് ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഹിഷാം, അവരോടൊപ്പം ഇമാം ത്വബരി, ഇമാം വാഖിദി, ഇബ്നു സഅദ്, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ, അവരെ പോലെയുള്ള ആളുകൾ, അതേപോലെ തന്നെ മധ്യകാലത്ത് വരുന്ന ചില പണ്ഡിതന്മാർ, സംഹൂദിയെ പോലെയുള്ള ആളുകൾ, ഈജിപ്ഷ്യൻ പണ്ഡിതൻ, പ്രഗത്ഭ ഗ്രന്ഥം വഫാ ഉൽ വഫാ ബി അഖ്ബാരി ദാറിൽ മുസ്തഫ, ആ ഗ്രന്ഥരചയിതാവായിട്ടുള്ള അദ്ദേഹം അടങ്ങുന്ന വലിയൊരു വിഭാഗം ആളുകൾ
അവർ സംശയലേശമന്യേ അത് ഹിജറ വർഷം 5 സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എന്ത് ചെയ്യും? അതിനവർ നൽകുന്ന വിശദീകരണം, അക്കാലത്ത് ഇന്നത്തെ പോലെ ഒരാളുടെ വയസ്സ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവർ ഏകദേശം ഒരു സുമാർ ആരൂപത്തിലാണ് ഒരാൾ സംസാരിക്കുക. അപ്പോൾ 14 എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ജസ്റ്റ് ആ 14ലേക്ക് എത്തിയിട്ടുണ്ടാകണം. പിന്നീട് 15 എന്ന് പറയുമ്പോൾ ആ 15 കഴിയാനായ സമയത്ത് ആയിരിക്കണം. ആ രൂപത്തിലാണ് ഒരു വിശദീകരണം. അല്ലാഹു ആലം. അതല്ലെങ്കിൽ ആ ഹിജറ വർഷം 4 അരങ്ങേറിയിരുന്ന മറ്റൊരു യുദ്ധം നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു, ബദറൽ ആഖിർ അല്ലെങ്കിൽ ബദറൽ മൗഇദ്. ഒരുപക്ഷെ അതായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ രൂപത്തിലെല്ലാമാണ് വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള അഭിപ്രായം ആ ഖന്തക്ക് യുദ്ധം, അഹ്സാബ് യുദ്ധം അരങ്ങേറിയത് ഹിജറ വർഷം 5 ശവ്വാൽ മാസത്തിലായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ആ യുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തായിരുന്നു? അതിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരായിരുന്നു. മദീനയിലെ 3 പ്രബല ജൂതഗോത്രങ്ങളിൽ ആ രണ്ടാമത്തെ ഗോത്രം ബനൂ നദീറുകാരെ അടുത്ത കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും പുറത്താക്കിയത്. സീറയുടെ 84-ാമത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് നമ്മളത് പ്രതിപാദിച്ചിരുന്നു. അവർ നിരവധി തവണ കരാറ് ലംഘിച്ചു. അതിനോടൊപ്പം അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി മുഖേന അത് അറിയിച്ചു. അതിൻ്റെ കാരണത്താൽ അവരെ പുറത്താക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അല്ലാഹു സൂറത്തുൽ ഹശ്ർ അവതരിപ്പിക്കുന്നത്. അതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ ആ ഭാഗത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ മദീനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ബനൂ നദീർ ഗോത്രക്കാർ അവർ പോകുന്നത് ഖൈബറിലേക്കാണ്. ഖൈബർ മദീനയിൽ നിന്നും 170 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെ നേരത്തെ തന്നെ ചില ജൂതന്മാരുണ്ട്. അവരോടൊപ്പം പോയി അവിടെ സെറ്റിലാവുകയാണ്. അതിനുശേഷം മുസ്ലിങ്ങളോട് അടങ്ങാത്ത പകയും മനസ്സിൽ വെച്ചാണ് അവിടെ ജീവിക്കുന്നത്, ഒരു അവസരം കാത്ത്. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഉഹുദിലേറ്റ തിരിച്ചടി. അതിനോടൊപ്പം നിരവധി ഗോത്രങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത സംഭവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ബനുൽ മുസ്തലഖ്, അതേപോലെ തന്നെ ഉദൽ ഖാറ, ഈ 2 ഗോത്രങ്ങൾ വഞ്ചനയിലൂടെ ആ റജി ബിഅ്റ മൗന സംഭവങ്ങളെല്ലാം നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സമർത്ഥമായിട്ട് അത് മുളയിലെ നുള്ളിക്കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ആ ഖൈബറിൽ ഉണ്ടായിരുന്ന ബനൂ നദീറുകാർ മുസ്ലിങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടി ഒരു പദ്ധതി, ഒരു ഗൂഢാലോചന അവർ നടത്തുകയാണ്. അതിനുവേണ്ടി ആ ബനൂ നദീർ ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ 20ഓളം വരുന്ന നേതാക്കളുടെ ഒരു പ്രതിനിധി സംഘം മക്കയിലേക്ക് പോവാണ് ഖുറൈശികളെ കാണാൻ വേണ്ടി. ആ പോയ ആളുകളുടെ പേരുകളെല്ലാം സീറാ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സല്ലാം ഇബ്നു മിഷ്കം, അയാളെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ബനൂ നദീർ ഗോത്രത്തിലെ ആ സാമ്പത്തിക മേഖല, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. അതേപോലെ തന്നെ ഹുയൈ ഇബ്നു അഖ്തബ്, അയാളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് പിൻകാലഘട്ടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ കടന്നു വരുന്ന സൊഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്. അതേപോലെ തന്നെ സല്ലാം ഇബ്നു ഹബീ ഹുഖൈഖ്, കിനാനത്ത് ഇബ്നു റബിയ, ഇതേ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട ജൂത നേതാക്കളാണ്, 20ഓളം വരുന്ന ജൂത നേതാക്കളാണ് മക്കയിലെത്തുന്നത്. അപ്പോൾ ഖുറൈശികൾ വലിയ ആദരവെല്ലാം നൽകി അവരെ വരവേറ്റു. അതിനുശേഷം ഈ പ്രതിനിധി സംഘം അവരുടെ വരവിൻ്റെ ഉദ്ദേശം പറയുകയാണ്. അവർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അനുയായികളും അവർ എല്ലാ അർത്ഥത്തിലും അവർ വളരുന്നുണ്ട്, അത് നമുക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് മുഹമ്മദിനെ അനുയായികളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടച്ചു നീക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞങ്ങൾ നൽകാം, സമ്പത്താകട്ടെ, അതേപോലെ തന്നെ ആയുധം, അതെല്ലാം ഞങ്ങൾ സ്പോൺസർ ചെയ്യാം, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അതായിരുന്നു അവരുടെ റിക്വസ്റ്റ്. ഇപ്പോൾ മറ്റുള്ള ഗോത്രങ്ങളെപ്പോലെ നേർക്ക് നേരെ മുസ്ലിങ്ങളായിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം, ആ ത്രാണി അവർക്കില്ലായിരുന്നു. ഭീരുക്കളായിരുന്നു അവർ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സൂറത്തുൽ ഹശ്റിന്റെ 14-ാമത്തെ ആയത്തിൽ അത്ഭുതമാണ്. അള്ളാഹു പറയുന്നുണ്ട്, ലാ യുഖാതിലൂനക്കും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്വനത്തിൻ ഔ മിൻ വറാഇ ജുദുർ. കോട്ട കെട്ടിയ പട്ടണങ്ങൾക്കകത്ത് വെച്ചോ വലിയ മതിലുകളുടെ പിറകിൽ നിന്നോ അല്ലാതെ അവർ ഒരുമിച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. അതിനുള്ള ത്രാണിയില്ല. അവർ ഭീരുക്കളാണ്. സദാസമയത്തും മറ്റൊരു ശക്തിയെ ചാരി നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ ആശ്രയിച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുക. അവർ പരസ്പരം തന്നെയുള്ള പോരാട്ടം കടുത്തതാണ്. ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ഇസ്രായേലിന് ചുറ്റും അവർ പടുത്ത കിലോമീറ്റർ കണക്കിനുള്ള ഭീമാകാരമായിട്ടുള്ള മതിലുകൾ. അതേപോലെ തന്നെ അക്കാലഘട്ടത്ത് അവർ ഖുറൈശികളായിരുന്ന ആ സൂപ്പർ പവറുകളെയാണ് ആശ്രയിച്ചതെങ്കിൽ ഇന്നും ചില സൂപ്പർ പവറുകളുടെ മറവിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് തയ്യാറായ ആളുകളെ സമീപിക്കുന്നതിനേക്കാൾ അവിടെയുള്ള സിവിലിയൻസിനെയും ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന ശിശുക്കളെയാണ് അവർ വീണ്ടും വീണ്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ കാര്യമാണ് അള്ളാഹു ആവർത്തിക്കുന്നത്. സൂറത്ത് ആലിമ്രാന്റെ 111, 112 ആയത്തുകളിലും യുഖാതിലൂക്കും യുവല്ലൂക്കുമുൽ അദ്ബാറ സുമ്മ ലാ യുൻസറൂൻ. നേർക്കുനേരെ അവർ യുദ്ധത്തിന് വരികയാണെങ്കിൽ
അവർ ഭയന്ന് പിന്തിരിഞ്ഞോടും. അവർക്ക് നിന്ദതയാണ്. ദുരിബത്ത് അലൈഹിമു ദില്ലത്തു ഐനമാ സുഖിഫു. എവിടെയെങ്കിലും ചരിത്രത്തിലുടനീളം വല്ല നേട്ടവും സമാധാനവും അവർ നേടിയിട്ടുണ്ടെങ്കിൽ വഹബിലിൻ മിനന്നാസ്, അത് മറ്റുള്ള ആളുകളുടെ ദാക്ഷിണ്യം, ഔദാര്യം കൊണ്ട് മാത്രമാണ്, സ്വന്തം ശക്തി കൊണ്ടല്ല. ഈ രൂപത്തിലെല്ലാം അള്ളാഹു ആ ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്. അതേസമയം ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന, ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം അള്ളാഹു അടുത്ത ആയത്തിൽ 113 ആയത്തിൽ ലൈസു സവ, അവരെയും അള്ളാഹു വേർതിരിച്ച് നിർത്തുന്നതായിട്ടെല്ലാം ആ ഭാഗത്ത് കാണാൻ സാധിക്കും. നമ്മൾ ആ ചരിത്രത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ജൂതന്മാരുടെ ആ പ്രതിനിധി സംഘം ഈ ഒരു ആവശ്യമായിട്ട് അവരെ സമീപിച്ചത് ഖുറൈശികളെ എല്ലാ അർത്ഥത്തിലും സന്തോഷിപ്പിക്കുകയാണ്. കാരണം അവരൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അവർ അവസരം ഇങ്ങോട്ട് തേടി വരികയാണ്. കാരണം ഖുറൈശികൾക്ക് ഉഹുദിൽ കാര്യമായിട്ടുള്ളൊരു വിജയം അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഉഹുദ് യുദ്ധത്തിന്റെ അവസാനം അബൂ സുഫിയാനും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും നടന്ന സംഭാഷണം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഉഹുദിൽ അവരൊരു ഭീഷണിയെല്ലാം മുഴക്കിയിട്ടാണ് ഉഹുദിന്റെ യുദ്ധക്കളം വിട്ടത്. അടുത്ത വർഷം ബദറിൽ നമുക്ക് കണ്ടുമുട്ടാമെന്നെല്ലാം അവർ ഭീഷണി മുഴക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റത്തെ വർഷം ആ ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ബദറിലേക്ക് നേരത്തെ എത്തി. അബൂ സുഫിയാനും നേരത്തെ പറഞ്ഞത് പ്രകാരം 2000-ഓളം വരുന്ന സൈന്യവുമായിട്ട് മക്കയിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. സീറയുടെ 85-ാമത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് ആ രണ്ടാം ബദറുൽ ആഖിർ അല്ലെങ്കിൽ ബദറുൽ മൗഈദിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ റസൂലുള്ളാഹി ബദറിലെത്തി 8ഓളം ദിവസം അവരെ കാത്തു നിന്നു. പക്ഷേ അബൂ സുഫിയാനും സംഘവും മക്കയിൽ നിന്നും പുറപ്പെട്ട് വഴിയിൽ വെച്ച് അവർ തമ്മിൽ ചർച്ചയായി. കാരണം ഈ വർഷം നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലാണ്, ഇനി യുദ്ധം കൂടെ വരികയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഞെരുങ്ങുമെന്നെല്ലാം പറഞ്ഞ് നിരവധി എക്സ്ക്യൂസുകൾ പറഞ്ഞ് അവർ ആ വഴിയിൽ വെച്ച് അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും വിജയികളായിട്ട് ആ ബദറിൽ നിന്നും മടങ്ങുന്നുണ്ട്. അപ്പം ആ വാർത്ത നാട് മുഴുവൻ പരന്നതോടുകൂടെ ഖുറൈശികളുടെ ആ ഒരു കീർത്തിക്ക്, അവരുടെ ആ സൽപ്പേരിന് അത് വലിയ ക്ഷതം സംഭവിക്കാൻ കാരണമായി തീരാണ്. അപ്പം അതെല്ലാം മാറ്റിയെടുക്കാൻ, അവർക്ക് ആ ഒരു പേരെല്ലാം തിരിച്ചെടുക്കാൻ നല്ലൊരു അവസരമാണ്. എല്ലാ സപ്പോർട്ടോടും കൂടെ ജൂതന്മാർ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഖുറൈശികൾ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. പക്ഷേ എങ്കിലും അവരുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ, അയാൾക്ക് അത്ര അങ്ങ് വിശ്വാസം വരുന്നില്ല. അവസാനമായിട്ട് അയാൾ ജൂതന്മാരോട് ചോദിക്കുന്നുണ്ട്, യാ മഅ്ശറ യഹൂദ്, ജൂതന്മാരെ, ഇന്നക്കും അഹ്ലുൽ കിതാബിൽ ഉവൽ, നിങ്ങളെല്ലാം വേദത്തിന്റെ ആളുകളാണ്. അതായത് നിങ്ങളും ഈ പറയുന്ന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെല്ലാം വേദഗ്രന്ഥത്തിന്റെ ആളുകളാണ്. വൽ ഇൽമു ബിമാ അസ്ബഹന നഖ്തലിഫു ഫീഹി നഹ്നു വ മുഹമ്മദ്, നിങ്ങളും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിൽ നിന്നും പൂർണ്ണ വ്യത്യസ്തരാണ്. അബൂ സുഫിയാൻ്റെ ആ നിരീക്ഷണം വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാമുമായിട്ട് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടെല്ലാം പല കാര്യങ്ങളിലും അങ്ങേയറ്റം സാമ്യത പുലർത്തുന്ന മതമാണ് ജൂതമതം, ക്രൈസ്തവ മതത്തേക്കാൾ. അടിസ്ഥാന വിശ്വാസങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അഭൗതികമായിട്ടുള്ള പദാർത്ഥാതീതനായിട്ടുള്ള പ്രപഞ്ചാതീതനായിട്ടുള്ള ഏകനായിട്ടുള്ള സൃഷ്ടാവിനെ അവരും വിശ്വസിക്കുന്നുണ്ട്. അതേസമയം ക്രിസ്തുമതം ഭൂരിപക്ഷ ആളുകളും ഇന്നല്ലാഹ സാലിസു സലാസ, അവർ തൃത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇതേ രൂപത്തിൽ ആ ദൈവിക ഗുണങ്ങൾ മനുഷ്യരിലേക്ക് ആരോപിക്കുന്ന അത്തരത്തിലുള്ള സങ്കല്പങ്ങളായിട്ടെല്ലാം ശക്തമായിട്ട് ജൂതന്മാർ അതിനെ എതിർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെപ്പോലെ മലക്കുകളിലും പ്രവാചകന്മാരുള്ള വിശ്വാസമെല്ലാം ഏകദേശം അതേ രൂപത്തിൽ തന്നെ അവരും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് മതങ്ങളും അബ്രഹാമിക് റിലീജിയൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 പുത്രന്മാരുടെ പാരമ്പര്യം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പാരമ്പര്യത്തിലാണ് അറബികൾ വരുന്നത്. അതേസമയം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സന്താന പരമ്പരയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ജൂതന്മാരായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബനു ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ചർച്ചക്കിടയിലെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് തന്നെ വിഷയം, അല്ലെങ്കിൽ അവരെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ സുദീർഘമായിട്ടുള്ള ബനു ഇസ്രായേലിന്റെ ചർച്ചക്കിടയിൽ അതിന്റെ സെൻട്രൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. ആ പാതയിലേക്ക്, ആ മില്ലത്തിലേക്ക് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവരത് പിന്തുടരുന്നില്ല. യഥാർത്ഥത്തിൽ പിന്തുടരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മാത്രമാണ്. സൂറത്ത് ആൽ ഇംറാന്റെ 68-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം അല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു, തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏറ്റവും അടുപ്പുള്ള ആളുകൾ, ആ പദം പ്രത്യേകം ഔലന്നാസി ബി ഇബ്രാഹിം, അത് ഈ പ്രവാചകൻ, അതായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളാണ്, ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്ത ആളുകൾ. അതേ കാര്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ ആശൂറ ദിനത്തിൽ അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അതായത്
ആ ഫിർഔനിൽ നിന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട ആ ദിനം, അതറിഞ്ഞ ഉടനെ റസൂലുള്ള അവരോട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവരെക്കാൾ ആ നോമ്പ് നമ്മളാണ് അനുഷ്ഠിക്കേണ്ടത്. കാരണം അതേ പദം നഹ്നു ഔലാ ബി മൂസാ മിൻകും, റസൂലുള്ളാഹി പറയുന്നുണ്ട്, നമ്മളാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇവരെക്കാൾ അടുത്ത ആളുകൾ. നേരത്തെ അള്ളാഹു ആയത്തിൽ ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം, ഇവിടെ നഹ്നു ഔലാ ബി മൂസാ മിൻകും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന ഹദീസിലും റസൂലുള്ളാഹി പറഞ്ഞു, അന ഔലന്നാസി ബി ഈസ ഇബ്നു മറിയം ഫിൽ ഊലാ വൽ ആഖിർ ലൈസ ബൈനി വ ബൈനഹു നബി. ജനങ്ങൾക്കിടയിൽ ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ഏറ്റവും അടുപ്പുള്ള ആള് അത് ഞാനാണ്. തുടക്കത്തിലും ഒടുക്കത്തിലും ഞങ്ങൾക്കിടയിൽ മറ്റൊരു പ്രവാചകനില്ല. അപ്പം ഈ മൂന്ന് മഹത്തായിട്ടുള്ള പ്രവാചകന്മാരുടെയും യഥാർത്ഥ പാരമ്പര്യം അത് പിന്തുടരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അല്ലെങ്കിൽ ഇസ്ലാമാണ്. അതിൻ്റെ മൂന്നിൻ്റെ ഒരു സംഗമം മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്ത് 95-ാമത്തെ അധ്യായം സൂറത്തു തീനിൻ്റെ ആരംഭത്തിൽ അള്ളാഹു മനോഹരമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള അധ്യായം, വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അവിടെ അള്ളാഹു പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ വെച്ചാണ് ആ ഖസം സത്യം ചെയ്യുന്നത്. വത്തീനി വസ്സൈത്തൂൻ, അത്തിപ്പഴവും ഒലീവും. അതിൽ ഒരു വിഭാഗം മുഫസ്സിറുകൾ ആ ഒലീവും അത്തിപ്പഴവും പ്രധാനമായിട്ട് വളരുന്നത് ജെറൂസലേമിലാണ്. അപ്പം അവിടെ യഥാർത്ഥത്തിൽ ആ ജെറൂസലേമുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. അപ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മുഴുനീള ചരിത്രമാണ് ആ ആദ്യത്തെ ആയത്ത് ക്യാച്ച് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യാഖ്യാനം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ആ കപ്പൽ പോയി നിന്ന ആ പർവ്വതം, അതിനും ആ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വ്യാഖ്യാനങ്ങൾ സഹിതം പ്രധാനപ്പെട്ട 2 പ്രവാചകന്മാരുടെ ആ ചരിത്രമാണ് ആദ്യത്തെ ആയത്ത് ക്യാച്ച് ചെയ്യുന്നത്. അതിനുശേഷം 2-ാമത്തെ ആയത്തിൽ വതൂരി സീനീൻ, അത് തീർച്ചയായിട്ടും ആ സീനാ പർവ്വതം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ആദ്യത്തെ 2 ആയത്തിൽ ഈ പ്രധാനപ്പെട്ട 3 പ്രവാചകന്മാർ വരാണ്. അതിനുശേഷം വഹാദൽ ബലദിൽ അമീൻ, അത് തീർച്ചയായിട്ടും മക്കയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ആ മക്ക എന്നുള്ളത് പ്രാഥമികമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലിയൊരു ചരിത്രം അവിടെയുണ്ട്. അതോടൊപ്പം അതിൻ്റെ പൂർത്തീകരണമായിട്ട് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ 5 പ്രധാനപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരുടെയും ആ മുഴുനീള ചരിത്രമാണ് അള്ളാഹു അവിടെ ക്യാച്ച് ചെയ്യുന്നത്. അതോടൊപ്പം ഈ പ്രവാചകന്മാരുടെ പിന്തുടർച്ചയായിട്ട് ആ പൂർത്തീകരണത്തിന് വേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. മനോഹരമാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ, അവരുടെ പാരമ്പര്യം എല്ലാം സംരക്ഷിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അവർ ആ ഒരു പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വ്യതിചലിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹു വീണ്ടും വീണ്ടും അവരെ തിരിച്ചു വിളിക്കുന്നത്, യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. അവരെല്ലാം അത് പിന്തുടരുന്നുണ്ടെന്ന് കേവലം അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ സൂറത്തുൽ ബഖറ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് സൂറത്തുൽ ബഖറയിൽ നിരവധി വിഷയങ്ങൾ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു ഭാഗം 67 മുതൽ 5-6 ആയത്തുകളിൽ മാത്രം വരുന്ന ഒരു ഭാഗമാണ് ആ പശുവിനെ അറുക്കാൻ കൽപ്പിച്ച ആ സംഭവം. പക്ഷേ ഈ ഒരു ചെറിയൊരു സംഭവമാണ് ആ മുഴുനീള നിരവധി വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്തിൻ്റെ നാമം അൽ ബഖറ എന്നുള്ളതാണ്. അള്ളാഹു ബനു ഇസ്രായേലരോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ച സമയത്ത് അവർ സ്വീകരിച്ച സമീപനം നിരവധി ന്യായങ്ങൾ, നിരവധി ചോദ്യങ്ങളായിട്ട് അവർ വരികയാണ്. അതേസമയം ആ സൂറത്തുൽ ബഖറയുടെ സെൻട്രൽ അള്ളാഹു പറയുന്ന അവർ പാരമ്പര്യം, അവർ മില്ലത്ത് അവകാശപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനോട് സ്വന്തം മകനെ പോലും ആ മാർഗത്തിൽ നൽകാൻ കൽപ്പിച്ച സമയത്ത് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, യാതൊരു വൈമനസ്യവും കൂടാതെ അതിന് സന്നദ്ധനായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന നിങ്ങൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ സമീപനങ്ങൾ. എല്ലാ അള്ളാഹുവിൻ്റെ ദൈവിക കൽപ്പനകളോടും ഈ ധിക്കാരപരമായിട്ടുള്ള അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള ഈ ഒരു സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ആ ഒരു പ്രവണതയാണ് അള്ളാഹു അവിടെ ആ ഒരു പേരിൽ പോലും ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുക. അബൂ സുഫിയാൻ സൂചിപ്പിച്ച ആ ഒരു സാദൃശ്യം ഈ ഒരു വിഷയങ്ങളിൽ മാത്രമല്ല. അപ്പോൾ നമുക്ക് മതനിയമങ്ങൾ ശരീഅത്തുള്ളതുപോലെ സമാനമായിട്ട് അവർക്കും അലാഹയുണ്ട്. ആ 2 പദങ്ങൾ പോലും, ശരീഅത്ത് എന്നുള്ള പദം വഴി, അത് സമാനമായിട്ടുള്ള അർത്ഥമാണ് അലാഹ എന്നുള്ള പദത്തിനുള്ളത്. അപ്പം നമുക്ക് അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് ഖുർആാനും ഹദീസ് ഉള്ളതുപോലെ ഖുർആാനിലുള്ള പല കൽപ്പനകളുടെയും വിശദീകരണം ഹദീസിലാണ് കാണുക.
സമാനമായിട്ട് അവർ തോറയായിട്ട് ഗണിക്കുന്ന നിലവിലുള്ള ബൈബിളിലെ പഞ്ചപുസ്തകങ്ങൾ, അതിൻ്റെ വിവരണങ്ങൾ ആ തൽമൂദ് എന്നുള്ളത് പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങൾ, മിഷ്നയും ഗമേറയും, ഈ 2 ഗ്രന്ഥങ്ങളുടെ സമുച്ചയമാണ്. അതിലാണ് ആ വിശദീകരണങ്ങൾ കടന്നു വരുന്നത്. അതേപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളിലും കർമ്മങ്ങളിലെല്ലാം നിരവധി സാമ്യതകൾ. ഇപ്പോൾ നമ്മൾ ഭക്ഷണ നിയമങ്ങൾ, ഡയറ്ററി ലോസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഭക്ഷ്യയോഗ്യമാകണമെങ്കിൽ അത് നിർബന്ധമായിട്ട് ഹലാലായിരിക്കണം. അവർക്കും സമാനമായിട്ട് ഒരു കാര്യം ഭക്ഷ്യയോഗ്യമാകണമെങ്കിൽ അത് കോശറായിരിക്കണം. ഒരു കാര്യം കോശറാകാൻ നിരവധി നിബന്ധനകളുണ്ട്. ഇപ്പോൾ പന്നി മാംസം നമ്മൾ കഴിക്കില്ല, കാരണം അത് ഹറാമാണ്, ഹലാലല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരും പന്നി മാംസം കഴിക്കില്ല, കാരണം അത് കോശറല്ല. എന്ന് കരുതി എല്ലാം ഒരുപോലെ എന്നല്ല. അപ്പോൾ പാലുൽപ്പന്നങ്ങളും മാംസവും രണ്ടും ഒരുമിച്ച് അവർക്ക് കോശറല്ല. നമുക്ക് ആ രൂപത്തിലുള്ള നിയമങ്ങളൊന്നുമില്ല, നമുക്കതെല്ലാം ഹലാലാണ്. അതേപോലെ തന്നെ കർമ്മങ്ങൾ, നമ്മൾ ദിനേന 5 നേരം ഒരു പ്രത്യേക ഡയറക്ഷൻ, ആ ഖിബിലക്ക് അഭിമുഖമായി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ദിനേന 3 നേരം ആ ജെറൂസലേമിന്, അവരുടെ ഖിബില അതാണ്, ആ ജെറൂസലേമിന് അഭിമുഖമായി നിന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ഖിബില കൂടെയായിരുന്നു ജെറൂസലേം. അപ്പോൾ ഇതേ രൂപത്തിലുള്ള നിരവധി സാദൃശ്യങ്ങൾ, എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ആളുകൾ കണ്ടുമുട്ടുന്ന സമയത്തുള്ള അഭിവാദ്യ വാക്യങ്ങൾ പോലും, ഇപ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയുന്നത് പോലെ അവർ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് ശലോം അലൈഹം എന്നാണ് അവർ പറയാറുള്ളത്. അതിന് മറുപടിയായിട്ട് അലൈഹം ശലോം, അതിന് രണ്ടും ഒരേ അർത്ഥമാണ്. ആ രൂപത്തിലാണ് അവർ പരസ്പരം കാണുന്ന സമയത്ത് പോലും. ഈ രൂപത്തിലൊക്കെ ആണെങ്കിൽ പിന്നീട് നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള സാദൃശ്യങ്ങളെല്ലാം നൽകപ്പെട്ട സ്ഥിതിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നുബുവത്തുമായിട്ട് വന്ന സമയത്ത് ആദ്യമായിട്ട് വിശ്വസിക്കേണ്ടിയിരുന്നത് അവരാണ്. കാരണം അത്രയേറെ ആ വരാനുള്ള പ്രവാചകനെ സംബന്ധിച്ചുള്ള നിരവധി അടയാളങ്ങൾ സഹിതം അവർക്ക് നൽകിയിരുന്നു. പക്ഷേ അവർ വിപരീതമായിട്ടുള്ളൊരു സമീപനാണ് എടുത്തത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 41-ാമത്തെ വചനത്തിൽ ആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, അല്ലാഹു പറയുന്നുണ്ട്. അതായത് ആദ്യത്തിൽ വിശ്വസിക്കേണ്ടതിന് പകരം അവരായിരുന്നു ആദ്യത്തിൽ തന്നെ നിഷേധിച്ചത്. കാരണം ഭൗതികമായിട്ടുള്ള ചില തുച്ഛമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ അംഗീകരിക്കുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവർ അംഗീകരിച്ചില്ല. അതായിരുന്നു അവരുടെ ആ നിഷേധത്തിനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തിലേക്ക് പിന്നീട് വരും. അപ്പം അബൂ സുഫിയാൻ ഈ രൂപത്തിലുള്ള ആ സാമ്യതകളെ പറഞ്ഞതിന് ശേഷം അബൂ സുഫിയാൻ അവരോട് ചോദിച്ചു, നമ്മളെ ചരിത്രത്തിലേക്ക് വരികയാണ്, അഫ ദീനുന ഖൈറുൻ അം ദീനുഹു, ഓ ജൂതന്മാരെ, നിങ്ങളും മുഹമ്മദുമായിട്ട് നിരവധി സാമ്യതകൾ നിങ്ങളുടെ മതങ്ങൾ തമ്മിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം ഞങ്ങളുടെ മതവും മുഹമ്മദിൻ്റെ മതവും സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി വ്യത്യാസങ്ങളുണ്ട്. എനിക്കറിയേണ്ടത് മുഹമ്മദിൻ്റെ മതമാണോ അതോ ഞങ്ങളുടെ മതമാണോ ബെറ്റർ, അതിലേതാണ് നല്ലത്? അതായിരുന്നു അബൂ സുഫിയാൻ അവരുടെ മുന്നിൽ വെച്ച ചോദ്യം. ആ സമയത്ത് ഈ ജൂത പ്രതിനിധികൾ അവർ നൽകിയ മറുപടി നോക്കുക. അവർ പറഞ്ഞു, ദീനുക്കും ഖൈറും മിൻ ദീനിഹി വ അൻതും ഔലാ ബിൽ ഹഖ് മിൻഹു. ഓ ഖുറൈശികൾ, അതിലെന്താണ് സംശയം? നിങ്ങളുടെ മതമാണ് മുഹമ്മദിനേക്കാൾ നല്ല മതം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളാണ് മുഹമ്മദിനേക്കാൾ ആ സത്യത്തോട് അടുത്ത് നിൽക്കുന്നവർ. നഊദു ബില്ലാഹ്, അവർ പറഞ്ഞ മറുപടിയാണ്. അപ്പം ചിന്തിച്ചു നോക്കുക. അതായത് ഇത്രയേറെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അധ്യാപനങ്ങളെല്ലാം നൽകിയിട്ടും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ആ അധ്യാപനങ്ങൾ അവർ നിസ്സാരമായിട്ട് പണയം വെക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ 41-ാമത്തെ ആയത്തിൽ അള്ളാഹു ആദ്യത്തിൽ തന്നെ അവർ നിഷേധിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം വലാ തശ്തറൂ ബി ആയാതി സമനൻ ഖലീലൻ വ ഇയ്യായ ഫത്തഖൂൻ, അള്ളാഹു അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾ തുച്ഛമായിട്ടുള്ള വിലക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ വചനങ്ങൾ നിങ്ങൾ വിറ്റുകളയുകയും ചെയ്യരുത്. പല സ്ഥലത്തും അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രവണത അക്കാലഘട്ടത്ത് മാത്രമല്ല, ഇന്നും വളരെ നികൃഷ്ടമായിട്ട് നിഷ്ഠൂരമായിട്ട് അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കാൻ വേണ്ടി ഇതേ രൂപത്തിൽ ബൈബിൾ വചനങ്ങൾ ഉദ്ധരിക്കുന്ന അവിടെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ ആ ഭരണാധികാരികളെ ഇന്നും സമാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അബൂ സുഫിയാൻ്റെ ആ ഒരു ചോദ്യത്തിന് അവർ നൽകിയ മറുപടി അതിൻ്റെ പ്രതികരണമായിട്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇൻ്റെ 51ഉം 52ഉം ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഈ ഒരു സംഭാഷണമായിരുന്നു. അലം തറ ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ആ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അവർ പിന്തുടരുന്ന അവിശ്വാസപരമായിട്ടുള്ള അവരുടെ സമീപനങ്ങൾ അത് സൂചിപ്പിച്ചതിന് ശേഷം വയഖൂലൂന ലില്ലദീന കഫറു ഹഉലാഇ അഹ്ദാ മിനല്ലദീന ആമനു സബീല, അവർ പറയാണ് ഇക്കൂട്ടരാണ് വിശ്വാസികളെക്കാൾ നേർമാർഗം പ്രാപിച്ചവരെന്ന്
അവർ പറയുന്നു. അതാണ് അള്ളാഹു പറയുന്നത്. ഈ ഒരു മറുപടിയാണ് അള്ളാഹു അവിടെ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ജൂതന്മാരുടെ ആ ഒരു മറുപടി കേട്ടതോടുകൂടെ ഖുറൈശി നേതാവ് അബൂ സുഫിയാൻ അങ്ങേയറ്റം ഹാപ്പിയായി. കാരണം നിങ്ങളാണ് സത്യത്തിൻ്റെ ആളുകളെന്നെല്ലാം അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ജൂതന്മാർക്ക് എല്ലാ സഹായവും ഖുറൈശികൾ വാഗ്ദാനം ചെയ്യാണ്. അവരൊറ്റക്കല്ല, അവരോട് സഖ്യത്തിലിരിക്കുന്ന നിരവധി ഇതര ചെറിയ ഗോത്രങ്ങളുണ്ട്, അവരെയും ഞങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടുവരുമെന്ന് ഖുറൈശികൾ ആ ജൂതന്മാരോട് പറയാണ്. അവർ അങ്ങേയറ്റ സന്തോഷത്തോടുകൂടി ആ ജൂത പ്രതിനിധി സംഘം അവിടെ നിന്ന് ഇറങ്ങാൻ. അവർ അവിടെ അവസാനിക്കുന്നില്ല. ആ പ്രതിനിധി സംഘം അടുത്തതായിട്ട് പോകുന്നത് ഖത്ഫാൻ ഗോത്രത്തിലേക്കാണ്. അപ്പോൾ ഖത്ഫാൻ ഗോത്രത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പരാമർശിച്ചിരുന്നു. അറബ് ദേശത്തുള്ള ഖുറൈശികൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗോത്രങ്ങളിലൊന്നാണ് ഖത്ഫാൻ, നജിദ് ഭാഗത്തുള്ള ഒരു ഗോത്രം. അവർ പ്രധാനമായിട്ട് ഈ ബദുക്കളുടെ, അതായത് വലിയ സംസ്കാരമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വളരെ ശക്തരായിട്ടുള്ള പരിശു സ്വഭാവികളായിട്ടുള്ള അജ്ലാഫുകൾ, ബദുക്കളുടെ ഒരു ഗോത്രമായിരുന്നു ഖത്ഫാൻ. അവരുടെ രീതി, മറ്റുള്ള ആളുകളായിട്ട് അവർ ഇടപഴകുന്ന രീതി മനസ്സിലാക്കാൻ ആ ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ നോക്കിയാൽ മതി. അയാളുടെ ഒരു ക്വാളിറ്റി, അയാളെ സംബന്ധിച്ച് ചില ചരിത്ര ഉദ്ധരണികളും ഹദീസെല്ലാം കാണാൻ സാധിക്കും. അത് ആ ഖത്ഫാൻ്റെ ഒരു പ്രധാന ഉപവിഭാഗം, ഒരു സബ്ട്രൈബായിരുന്ന ബനു ഫസാറ എന്നുള്ളൊരു ഗോത്രമുണ്ട്. അതിൻ്റെ ലീഡറായിരുന്നു ഉയൈന ഇബ്നു ഹിസ്ൻ അൽ ഫസാരി. അയാളെ സംബന്ധിച്ച് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്നു അബ്ദുൽ ബറും ഇബ്നു അസീർ എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയിൽ അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അനുവാദം ചോദിക്കാതെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ച സമയത്ത് ഞാൻ ഒരു മുള്ളരിയോട് ഞാൻ അനുവാദമൊന്നും ചോദിക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നെല്ലാം അയാൾ പറയുന്നു. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിൻ്റെ സമീപത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. വദാലിക ഖബ്ല അൻ യൻസില അൽ ഹിജാബ്, അത് ഹിജാബ് ഇറങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ നോക്കി വളരെ മോശം, അവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു കമൻ്റ് എല്ലാം അയാൾ പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾ പോയതിന് ശേഷം റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു ഇത് ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി ആദാ അഹ്മഖുൽ മുതാ, ആ ഗോത്രക്കാരൊന്നടങ്കം പിന്തുടരുന്ന അവരുടെ വിഡ്ഢിയായിട്ടുള്ള നേതാവ്, ആ രൂപത്തിൽ റസൂലുള്ളാഹി പ്രതികരിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിലും സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അത് ഈ വ്യക്തിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അയാൾ അവിടെ വന്ന് റസൂലുള്ളാഹിനോട് വളരെ പരുഷമായിട്ടുള്ള രൂപത്തിൽ ഇടപഴകി. പക്ഷേ റസൂലുള്ളാഹി വളരെ സൗമ്യമായിട്ട്, വളരെ മാന്യമായിട്ട് തന്നെ റസൂലുള്ളാഹി അയാളോട് ഡീൽ ചെയ്തു. അയാൾ പോയതിന് ശേഷം റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയോട് ബിസർ റജുലുൽ അശീറ, അയാളുടെ ആ മോശം സ്വഭാവത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി കമൻ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സമീപത്തുണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഓ പ്രവാചകരെ, അയാൾ ഈ രൂപത്തിലാണെങ്കിലും നിങ്ങൾ അയാൾ ഇവിടെ വന്ന സമയത്ത് വളരെ മാന്യമായിട്ടാണല്ലോ അയാളോട് സംസാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹദീസിൽ കാണാൻ സാധിക്കും, യാ ആയിഷ ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമത്തി മൻ തറക്കഹുന്നാസു തിഖാ അശർരിഹി അല്ലെങ്കിൽ ഔ ഫുഹ്ഷിഹി. അതായത് അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മോശം മനുഷ്യർ അല്ലെങ്കിൽ ഏറ്റവും മോശം സ്ഥാനമുള്ള ആളുകൾ, ജനങ്ങൾ അവരുടെ ശല്യവും ദോഷവും എല്ലാം ഭയന്ന് അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒഴിഞ്ഞു മാറുന്ന ആളുകൾ, അതല്ലെങ്കിൽ അയാളുടെ ആ ഷർറ് ഭയപ്പെട്ടത് കൊണ്ട് മാത്രം നല്ല രൂപത്തിൽ ആളുകൾ ഇടപഴകാൻ വേണ്ടി നിർബന്ധിതനായ ആളുകൾ, അവരാണ് ഏറ്റവും മോശം ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഗോത്രത്തിൻ്റെ, ഖത്ഫാൻ ഗോത്രത്തിൻ്റെ നേതാവ് ഉയൈന ബിൻ ഹിസിൻ. അയാളുടെ ചരിത്രം നമ്മൾ മുന്നോട്ട് പരിശോധിക്കുകയാണെങ്കിൽ മക്കാ വിജയ സമയത്ത് നിരവധി ആളുകൾ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അയാളും ശരീരം കൊണ്ട്, അയാൾ മനസ്സുകൊണ്ടല്ല, ആ രൂപത്തിൽ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കള്ളപ്രവാചകന്മാർ സജ്ജാഹിനെ പോലെ അല്ലെങ്കിൽ മുസൈലിമയെ പോലെയുള്ള ആളുകൾ വന്ന സമയത്ത് അയാൾ അവരുടെ കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവർക്കെല്ലാം ശേഷം പിന്നീട് അയാൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ച് ആ രൂപത്തിലാണ് മരണപ്പെട്ടതെന്നെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അയാൾ നേതാവായിട്ടുള്ള ഖത്ഫാൻ ഗോത്രത്തെയാണ് ജൂതന്മാർ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ വന്ന ജൂത പ്രതിനിധി സംഘം അവർ ആ ഖത്ഫാൻ ഗോത്രക്കാരോട് സഹായം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഖത്ഫാൻ ഗോത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഖുറൈശികളെ പോലെയല്ല. ഖുറൈശികൾക്ക് എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങളെ തുടച്ചു നീക്കേണ്ടത് അവരുടെ ആവശ്യകതയായിരുന്നു. കാരണം അതിനുവേണ്ടി അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ആ കച്ചവട യാത്രകളും മറ്റു പല കാരണങ്ങളാൽ ഇലാഫിഹിം രഹ്ലത്ത ഷിതാ വസ്സൈഫ് അതെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം ഒരു അറുതി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്ര ആവേശത്തോടു കൂടെ ചാടി പുറപ്പെടാനെല്ലാം അവർ തയ്യാറായത്. അതേസമയം ഖത്ഫാൻ ഗോത്രക്കാർക്ക് ഈ യുദ്ധത്തിൽ ഭാഗഭാക്കായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളൊരു നേട്ടമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരെ അതിലേക്ക് വീഴ്ത്തണമെങ്കിൽ അവരുടെ മുമ്പിൽ വലിയ ഓഫറുകൾ, പ്രലോഭനങ്ങളെല്ലാം മുന്നിൽ വെക്കേണ്ടതുണ്ട്. അതിനെല്ലാം തയ്യാറായിട്ട് തന്നെയാണ് ഈ ജൂതസംഘം അവിടെ എത്തിയിട്ടുള്ളത്. അപ്പം അവരെ വീഴ്ത്താൻ വേണ്ടി
അവർക്ക് മുമ്പിൽ വലിയൊരു പ്രലോഭനം, വലിയൊരു ഓഫർ ഈ ജൂതന്മാർ മുമ്പിൽ വെച്ചു. അവരോട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഞങ്ങളുടെ മൊത്തം ബജറ്റിൻ്റെ പകുതി, അതായത് ഖൈബറിൽ ഞങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് മൊത്തം വിളവെടുപ്പിൻ്റെ പകുതി ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ്. അപ്പം അത് വലിയൊരു തുകയാണ്. അത് കേട്ടതോടുകൂടെ ആ ഗത്ഫാൻ ഗോത്രക്കാർ, അതായത് ഗത്ഫാൻ്റെ പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങൾ, ബനു ഫസാറ, ബനു അഷ്ജ, ബനു മുറ, ഈ ഗോത്രത്തിൻ്റെ ലീഡർമാരെല്ലാം അവരുടെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ അവിടെ വാക്ക് നൽകുകയാണ്. അങ്ങനെ അവരതിന് തയ്യാറായതോടുകൂടെ ഈ പ്രതിനിധി സംഘം അവർ ആ യുദ്ധത്തിന് വേണ്ടി വരേണ്ട തീയതിയും സമയവും സ്ഥലവും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് അവർ പരസ്പര ധാരണയിലെത്തിയതിന് ശേഷം ഈ ജൂത പ്രതിനിധി സംഘം അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ ഏറെ വൈകാതെ തന്നെ ആ മൊത്തം ഗോത്രങ്ങളെല്ലാം അവർ നേരത്തെ പരസ്പര ധാരണയിലെത്തിയ ദിവസമാവുകയാണ്. അങ്ങനെ ഖുറൈശികൾ യുദ്ധത്തിന് വേണ്ടി ഒരു വലിയ വൻ പടയുമായിട്ട് അവർ പുറപ്പെടാനിരിക്കുകയാണ്. ഖുറൈശികൾ മാത്രമല്ല, അവരനുസരിക്കുന്ന അവരുടെ അടുത്തുള്ള ചില ചെറിയ ഗോത്രങ്ങളെയും അവർ വഴിയിൽ നിന്നും അവരോടൊപ്പം കൂട്ടുന്നുണ്ട്. കിനാന, തിഹാമ, അതേപോലെ തന്നെ അബൂ സുലൈം, ഈ ഗോത്രങ്ങളെല്ലാം ഖുറൈശികൾ കൂടെ കൂട്ടി മൊത്തം 4000-ഓളം വരുന്ന വലിയൊരു പടയുമായിട്ടാണ് ഖുറൈശികൾ ഇറങ്ങി പുറപ്പെടുന്നത്. 300-ഓളം കുതിരകൾ, അശ്വഭടന്മാർ ആ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഖുറൈശി സൈന്യം അവരുടെ ആ പാർലമെന്റ് ദാർനദുവയിൽ പോയി കൊടിയെല്ലാം കെട്ടി. ഖുറൈശികളിലുണ്ടായിരുന്ന ഉസ്മാൻ ബിൻ അബി ത്വൽഹ, അദ്ദേഹമായിരുന്നു ഖുറൈശി സൈന്യത്തിൻ്റെ പതാകവാഹകൻ. ഈ വ്യക്തിയാണ് പിന്നീട് മക്കാ വിജയ സമയത്ത് ആ കഅബാലയത്തിൻ്റെ ആ കീ സൂക്ഷിപ്പുകാരനായിട്ടെല്ലാം വരുന്ന സ്വഹാബിയാണ്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അപ്പം അദ്ദേഹമായിരുന്നു ഈ സമയത്ത് ഖുറൈശികളുടെ പതാകവാഹകൻ. അങ്ങനെ 4000-ഓളം വരുന്ന ആ ഖുറൈശി സൈന്യം ഒരു ഭാഗത്തു നിന്നും, അതേസമയം മറുവശത്ത് നിന്ന് നേരത്തെ പറഞ്ഞ ആ ഗത്ഫാനും അവരുടെ സഖ്യഗോത്രങ്ങളെല്ലാം ചേർന്ന് 6000-ഓളം വരുന്ന വലിയൊരു സംഘമായിട്ടാണ് അവരും ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ മൊത്തം 10,000-ഓളം വരുന്ന വ്യത്യസ്ത ഗോത്രങ്ങളുടെ ആ സംഘം, അതാണ് സഖ്യകക്ഷികൾ അൽ അഹ്സാബ്. ഒന്നടങ്കം അവർ നേരത്തെ പരസ്പരം ധാരണയിലെത്തിയ ആ ഒരു സ്ഥലത്ത് ആ പറഞ്ഞ സമയത്ത് തന്നെ അവർ മുഴുവൻ സംഗമിക്കുകയാണ്. അങ്ങനെ 10,000-ഓളം വരുന്ന സൈന്യത്തിന്റെ പ്രധാന നായകൻ ഖുറൈശി നേതാവ് അബൂ സുഫിയാൻ, അയാളുടെ യഥാർത്ഥത്തിലുള്ള പേര് സഹർ ബിൻ ഹർബ് ബിൻ ഉമയ്യ, അയാളായിരുന്നു ആ സൈന്യത്തിന്റെ പ്രധാന നായകൻ. അങ്ങനെ അവര് ആ മദീനയെ ആക്രമിക്കാൻ വേണ്ടി ആ വലിയ സംഘം മദീനയെ ലക്ഷ്യം വെച്ച് യാത്ര ആരംഭിക്കുകയാണ്. അപ്പൊ ചിന്തിച്ചോക്കെ, ഈ ഒരു പോയിന്റ് വരെ ഖുറൈശികൾ ഇന്നേ വരെ ഇത്രയും വലിയൊരു സൈന്യമായിട്ട് യുദ്ധത്തിന് പോയിട്ടില്ല. അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അവരുടെ മാക്സിമം ഉഹുദിൽ 3000-ഓളം വരുന്ന ഒരു സൈന്യമായിട്ടാണ് അവർ വന്നത്. അതിന്റെ ഏകദേശം 3 ഇരട്ടിയിലധികം ഈ ഒരു സമയത്ത്. അത് മാത്രമല്ല, അറേബ്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ വ്യത്യസ്ത ഗോത്രങ്ങൾ ഒരു കാരണത്തിന് വേണ്ടി ഒരു ബാനറിൽ ഒന്നിക്കുന്നത്. അവരുടെ ആ പരസ്പര ശത്രുതയും അസബിയത്തെല്ലാം മാറ്റിവെച്ച് മുസ്ലിങ്ങൾക്കെതിരെ പോരടിക്കാൻ വേണ്ടി അവരെല്ലാ ശത്രുതയും മറന്ന് അവർ ഒരുമിക്കുകയാണ്. അത് സമകാലിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന സമയത്ത് എത്രയോ കാലങ്ങളായിട്ട് പരസ്പരം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം ശത്രുതയിലായിരുന്ന പല രാജ്യങ്ങളും അവരേറ്റവും വലിയ മിത്രങ്ങളാകുന്ന കാഴ്ച ഇന്നും നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മദീനയെ ലക്ഷ്യം വെച്ച് വരുന്ന 10,000-ഓളം വരുന്ന സഖ്യകക്ഷികളുടെ പുറപ്പാടിനെ സംബന്ധിച്ചുള്ള വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയാണ്. കാരണം അത്രയും വലിയ എണ്ണമൊന്നും അവർക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ വരുന്നത് 10,000 ആളുകളാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ അക്കാലത്ത് മദീനയിലുണ്ടായിരുന്ന മൊത്തം ജനസംഖ്യയേക്കാൾ അധികമായിരിക്കും 10,000 എന്നുള്ളത്. അത്രയും വലിയൊരു സൈന്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഗൗരവാവസ്ഥ എല്ലാം കണക്കിലെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ആ ഒരു ചര്യ മുൻകാലത്തും ബദറിലും ഉഹുദിലെല്ലാം ചെയ്തതുപോലെ തന്നെ റസൂലുള്ളാഹി ഉടനെ തന്നെ അനുചരന്മാരെ മുഴുവൻ അടിയന്തരമായിട്ട് റസൂലുള്ളാഹി വിളിച്ചു കൂട്ടുകയാണ്. എന്ത് ചെയ്യും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് കൂടി ആലോചിക്കാൻ വേണ്ടി അവരെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചേർക്കുകയാണ്. കാരണം കൂടുതലൊന്നും സമയമില്ല, അവർ പുറപ്പെട്ടിട്ടുണ്ട്. ഏറി വന്നാൽ ഒരാഴ്ചയോ മറ്റോ അത് മാത്രമാണ് മുസ്ലിങ്ങളുടെ മുമ്പിലുള്ള സമയം. അതിനകം എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൂടി ആലോചിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടുന്നു. എന്തായിരുന്നു അവരുടെ തീരുമാനം, ഏത് രൂപത്തിലാണ് അവർ പ്രതിരോധിക്കാൻ പോകുന്നത്, ഇൻഷാ അല്ലാഹ് അതെല്ലാം വിശദമായിട്ട് വരും ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.